ഒരു രാത്രി ഇരുട്ടി വെളുക്കും മുമ്പ് ആദർശത്തെ തള്ളിപ്പറഞ്ഞ് കടന്നുപോയ ഒരാളുടെ ഭൂമി RSS കാര്യാലയത്തിന് വേണ്ട എന്ന തീരുമാനത്തിലേക്ക് RSS എത്തിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം സന്ദീപ് വാര്യർ, RSS വിട്ട കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ പറഞ്ഞത് തൻ്റെ അമ്മ ആണ് RSSന് സ്ഥലം നൽകിയത്. അവരത് എഴുതിയിരുന്നില്ല. താൻ അതിൻ്റെ രേഖകൾ ഒപ്പുവെക്കാൻ തയ്യാറാണ്. 1 വർഷം സമയം തരും, അതിനകം ഇതിൻ്റെ കാര്യകർത്താക്കൾ വന്നില്ലെങ്കിൽ താൻ ആ സ്ഥലം മറ്റൊന്നിനു വേണ്ടി ഉപയോഗിക്കുമെന്ന്. എന്നാൽ ആദർശത്തെ തള്ളിപ്പറഞ്ഞു പോയ ഒരു ചതിയൻ്റെ ഭൂമിയിൽ 1 ഇഞ്ച് മണ്ണ് പോലും തങ്ങൾക്ക് വേണ്ട എന്നൊരു തീരുമാനത്തിൽ ഈ RSS കാര്യാലയത്തിൻ്റെ നിർമ്മാണത്തിനായി രൂപീകരിച്ചിരിക്കുന്ന പ്രാദേശികമായ ട്രസ്റ്റ് തീരുമാനമെടുത്തതായിട്ടാണ് വിവരം. ഒപ്പം തന്നെ ചെത്തല്ലൂരിൽ RSSൻ്റെ ജില്ലാ നേതൃത്വവും BJP BMSൻ്റെ നേതൃത്വവും ഇത് സംബന്ധിച്ച് ചർച്ച നടത്തി ഒടുവിൽ തീരുമാനമായിരിക്കുന്ന ആ സ്ഥലം സ്വീകരിക്കേണ്ട എന്നുള്ള ഒരു തീരുമാനമാണ്. ഏതായാലും രാജ്യത്തെമ്പാടും ആയിരക്കണക്കിന് കാര്യാലയങ്ങളുണ്ട്. ആ കാര്യാലയങ്ങളിൽ ചിലതൊക്കെ സുമനസ്സുകൾ നൽകിയതാണ്. മറ്റ് പലതും ഇല്ലെങ്കിൽ ബഹുഭൂരിപക്ഷവും സാധാരണക്കാരായ പ്രവർത്തകരുടെ വിയർപ്പും രക്തവും കൊണ്ട് കെട്ടി ഉയർത്തിയതാണ്. അവിടെ ഒരു ചതിയൻ്റെ ഭൂമി വേണ്ട എന്നൊരു തീരുമാനമെടുത്തത് പ്രവർത്തകരുടെ ആത്മാഭിമാനം കൂടി മുന്നിൽ കണ്ടാണ്. ഉറച്ച തീരുമാനം, ഉറച്ച നീക്കം, ഇതാണ് വേണ്ടത്. നട്ടെല്ലുയർത്തി നിലപാട് പറയാൻ കഴിയണം. നിർണായക ഘട്ടത്തിൽ മറുകണ്ഠം ചാടി നിലപാടുകളെ തള്ളിപ്പറയുകയും ഒപ്പം തന്നെ ആ ഉണ്ടചോറിന് തിരിഞ്ഞുകൊത്തുകയും ചെയ്യുന്നതല്ല രാഷ്ട്രീയമെന്ന് ഒരിക്കൽ കൂടി രാഷ്ട്രീയ സ്വയംസേവക സംഘം തെളിയിച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.